AIADMKയും BJPയും കൈകോർത്തതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരിനാണ് തമിഴ്നാട്ടിൽ കളമൊരുങ്ങുന്നത്. ഭരണം പിടിക്കണമെങ്കിൽ പുതിയ സഖ്യത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം AIADMK വീണ്ടും NDA ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും ഒരുമിച്ച് മത്സരിച്ചപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാനത്ത് ശക്തമായ പ്രതിപക്ഷമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയിരിക്കുന്നു. ഇനിയുള്ള ഒരു വർഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ നിരന്തരമായി മുഖ്യധാരയിൽ നിർത്തുകയാണ് മുന്നണിയുടെ മുന്നിലുള്ള ആദ്യ കടമ്പ. ഇരു പാർട്ടി നേതാക്കൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കണം. ത്രിഭാഷാ നയം, മണ്ഡല പുനഃക്രമീകരണം, നീറ്റ് പരീക്ഷ, വഖഫ് നിയമ ഭേദഗതി എന്നിവയിലെല്ലാം BJPയും AIADMKയും രണ്ട് തട്ടിലാണ്. മുന്നണിക്കുള്ളിൽ അഭിപ്രായ സമന്വയമുണ്ടാക്കുക പ്രധാനം. AIADMK പിന്തുണയ്ക്കുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ നിലപാടും നിർണായകമാകും. എല്ലാത്തിനുമപ്പുറം വിജയ് എന്ന മൂന്നാമനെ തടഞ്ഞു നിർത്തണം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ TVKയ്ക്ക് സ്വാധീനമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിജയുടെ പെട്ടിയിലേക്കും എത്തിയേക്കാം. ഇതിന് തടയിടാനും AIADMK BJP മുന്നണിക്ക് കഴിയണം. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.